ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരമായിട്ടുള്ള ഇലയടയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇലയട തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മുടെ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഉപ്പിടണ്ട, കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം കുറേശ്ശായിട്ട് അതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഇനി സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മാവ് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇലയാണ്. അപ്പോൾ ഞാൻ വാഴയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലയോ അല്ലെങ്കിൽ പൊടുവന്നിയുടെ ഇല ഉണ്ടല്ലോ, അതായാലും മതി കേട്ടോ. അപ്പോൾ വാഴയില ഞാൻ നല്ലപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ശർക്കരയും വേണം. ഞാനിപ്പോൾ 2 അച്ച് ശർക്കരയാണ് 2 അച്ച് മുഴുവനും എടുക്കണില്ല, 1 അച്ചും പിന്നെ 1ൻ്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ 1ാമത്തെ ശർക്കര ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2ാമത്തെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം കൂടി എടുക്കണുള്ളൂ കേട്ടോ. അങ്ങോട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കണില്ല. നമ്മളിപ്പോൾ ഇത് സാധാ ഒരു സിമ്പിളായിട്ട് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ശർക്കരയും തേങ്ങയും ഇത്രേ ചേർക്കണുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ പരത്തിയെടുത്ത ഈ ഒരു മാവിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മിക്സ് ഉണ്ടല്ലോ, ശർക്കരയും തേങ്ങയും, ഇത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ ഈ ഇലയോട് മടക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മളിനി മടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് മടക്കിയതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ആ ഒരു അറ്റത്ത് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ തേങ്ങയും ശർക്കരയൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുപോലെ നമ്മളെ മാവ് മുഴുവൻ ഇതുപോലെ ഇലയിൽ പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെയുള്ള ഹോളുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കഴിയണതും ഇത് മുഴുവനായിട്ടും ഇതിൽ കൊള്ളിക്കാനുള്ള പണിയിലാണ്. അപ്പോൾ 2 ട്രിപ്പായിട്ടും വേവിക്കാം കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് വെന്ത് കിട്ടുമല്ലോ വെച്ചിട്ട് ഞാൻ മുഴുവനും ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് വേറൊരു മൂടിയാണ് കേട്ടോ അതിൽ വെച്ച് കൊടുക്കുന്നത്. കാരണം ആ ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കില്ലല്ലോ. അപ്പോൾ ഇതേ പറ്റുള്ളൂ, ഈ ഒരു മൂടിയേ പറ്റുള്ളൂ. നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇഡ്ഡലി ചെമ്പിൻ്റെ അതേ മൂടി തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ പറ്റില്ല. എന്തായാലും നമുക്കിത് ആവിയൊക്കെ വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കുക വെന്തോ ഇല്ലയെന്ന്. വെന്തിട്ടില്ലെങ്കിൽ ഇതിലേക്ക് തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. പിന്നെ വേറൊരു ട്രിക്കും കൂടെ ഉണ്ട്. നമ്മൾ ഈ ഒരു ഇത് വെന്തിട്ടില്ലെങ്കിൽ ഈ ഇലയുടെ പുറം ഭാഗം ഉണ്ടല്ലോ, അത് സാധാ ഒരു നമ്മുടെ പച്ച ഇലേൻ്റെ ആ ഒരു കളർ തന്നെ ഉണ്ടാവും വേവാത്ത ഭാഗത്ത്. അപ്പോൾ വെന്ത ഭാഗത്ത് മുഴുവനും നമ്മൾ വാട്ടിയ ആ ഒരു കളർ തന്നെ ആയിരിക്കും.
അപ്പോൾ ആ രീതിയിൽ നമുക്കിത് വെന്തോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല ചൂടാവുകൊണ്ട് കൈ കൊണ്ട് പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കത്തി കൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല സൂപ്പർ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിൽ ആണ് തയ്യാറാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, വേഗമായിട്ടുണ്ട്. പിന്നെ ഇതേപോലെ വെറൈറ്റി ഇലയുടെ നമ്മുടെ ഈ ഒരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവരൊന്ന് കാണുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.